ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഇവിടെ ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ എങ്ങോട്ടാണ് പോണത്? തേക്കടി. അതെ ഗൈസ്, നമ്മൾ ഗവി ട്രിപ്പാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ പോണത് തേക്കടിയിലേക്കാണ്. അവിടെ ഒരു റിസോർട്ടിൽ പോയി സ്റ്റേ എടുക്കും. എന്നിട്ട് നാളെ നമ്മൾ ഫുള്ള് ഗവി കറങ്ങുന്നതാണ് സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ ശ്രീതു അവർകൾ കാണിക്കോ, ശ്രീതു അവർകളും നമ്മുടെ ട്രിപ്പിന്റെ ഭാഗമായി ചേർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഭദ്രയ്ക്ക് സ്കൂളൊക്കെ അടച്ചോ? അതുകൊണ്ട് നമ്മള് ട്രിപ്പ് പോകുന്നേട്ടാ, ഭദ്രയ്ക്ക് കറങ്ങാൻ വേണ്ടിട്ട്. അതെ, ഭദ്രയ്ക്ക് സ്കൂളൊക്കെ അടച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഭദ്രയും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ട്രിപ്പ് പോവാന്ന്. എക്സൈറ്റഡ് ആണോ? ഓക്കെയോ? അധികം സംസാരിക്കാറില്ല കുട്ടി. എല്ലാ സാധനങ്ങളൊക്കെ എടുത്തോ? അമ്മ ജസ്റ്റ് ഇവിടെ നമ്മൾ ട്രിവാൻഡ്രം വരെ പോവാണെങ്കിൽ മിക്സി വരെ എടുക്കുന്ന ആളാ. അതുകൊണ്ട് വീട്ടിൽ ഇനി കള്ളന്മാർ വന്നാൽ ഇവിടെ ഒരു സാധനവും ഇല്ല, എല്ലാം എടുത്തിട്ടുണ്ട്. അത് ബിഗ് ഷോപ്പർ സഹിതം ചാക്ക് സഞ്ചി എല്ലാം ഫില്ലാണ്. അപ്പം ലുക്ക് എങ്ങനെയുണ്ട് ഗൈസ്? നോക്കൂ. ഞാൻ പറഞ്ഞത് ചുമ്മാ കേട്ടോ, ഇത് ഞാൻ എടുത്തതാ. എന്തോന്ന് ഞാനെടുത്തത്? പിന്നെ ഈ തുണിയിടുന്ന സ്റ്റാൻഡുകളൊക്കെ എല്ലാം 1 മണിക്കൂറാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ലുക്ക്. ഞാൻ ഒരു ജസ്റ്റ് ഒരു ടീഷർട്ട്, എൻ്റെ ജീൻസ് ഒന്ന് കാണിക്കലേ, താഴോട്ട് ഒരു ജീൻസ് വേണ്ട, ഷൂസ് അടിപൊളിയായിട്ട് കളിയാ നിക്കറിട്ടേക്കതല്ലേ. അപ്പോൾ പോരാ കേട്ടോ. ഞാൻ നിക്കറിടാന്ന് പ്ലാൻ ചെയ്താൽ പിന്നെ വിചാരിച്ചു പാൻറ് ഇടാതെ എന്തായാലും ഒരു വഴിക്ക് പോലെ നല്ല വൃത്തിയായിട്ട് പോകുമെന്ന് വിചാരിച്ചു. ഈ ഷർട്ട് അച്ഛനെ നന്നായിട്ട് ചേരുന്നുണ്ട്. സൂപ്പർ നൈസ് ലുക്ക്. യു ആർ ലുക്കിംഗ് വെരി ക്യൂട്ട് ആൻഡ് ഹോട്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഇറങ്ങാം. ഇപ്പോൾ സമയം ഏതാണ്ട് 10 മണി ആയിട്ടുണ്ട്. നമ്മൾ ഏതാണ്ട് ഒരു 3-4 മണിയാകുമ്പോഴത്തേനും ഞങ്ങൾ അവിടെ എത്തും കേട്ടോ. ഒരു 4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അല്ലേ ചാ? 4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. കാരണം സ്ട്രൈറ്റ് റോഡല്ല, ഹൈ റേഞ്ച് ഏരിയയാണ്, വനപ്രദേശമാണ്. നമുക്ക് വന്യജീവികളെയൊക്കെ കാണാൻ പറ്റട്ടെ, ആനയൊക്കെ വരട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് യാത്ര വേണോ? ഞാൻ ഇതുവരെ ആനയെ നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനല്ല ഈ കാട്ടിൽ കൂടെ ഓടുന്ന ആനയല്ലേ, അങ്ങനത്തെ ആനയെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ ഈ നാട്ടിലൊക്കെ മറ്റേ പറ എടുക്കാൻ പറ്റുന്ന ആന, പുരി എടുക്കാൻ പറ്റും, അങ്ങനത്തെ ആനയെ ഞാൻ കണ്ടിട്ടുള്ളൂ. വണ്ടി വേണ്ട സീൻ ലുക്കാട്ടോ. പാട്ടുപൊട്ടിയൊക്കെ ഉണ്ട്. വണ്ടി നമ്മൾ ഫുള്ള് കഴുകി റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. കണ്ണാടി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ലുക്ക് വിട്ടിട്ടൊരു പരിപാടിയില്ല. അതുകൊണ്ട് വരൂ. അല്ല, ഇത് 2000 രൂപയായത്. ഒത്തിരി നാളായി മേടിച്ചിട്ട്. ഇത് ബ്രാൻഡഡാ. ആ സാധനമൊക്കെ എടുത്ത് നോക്കൂ. ഞാൻ ബ്ലോഗറാണ്. ബ്ലോഗർ ജോലി ചെയ്യത്തില്ല, ഇത് ക്യാമറമാൻ. സാധനങ്ങളൊക്കെ എടുത്തു നോക്കൂ. ഭദ്രക്കുട്ടി എടുത്തു നോക്കൂ. ശ്രീമതി ഭദ്ര, ഈ ട്രിപ്പിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? 2 വാക്ക്. അടിപൊളിയായിരിക്കും, സൂപ്പർ ട്രിപ്പായിരിക്കും, നമ്മൾ അടിച്ചു പൊളിക്കും. ഒരു ടൺ അടിച്ചാ സെറ്റ്. അപ്പൊ ഗൈസ്, സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. നിറഞ്ഞാച്ചാ? ഫുള്ള് ഫില്ലായോ? അപ്പോൾ ഓക്കെ, ടാറ്റ വീടെ. ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ്. ബൈ. വീടിന് ആറ്റോടച്ചാ എല്ലാം ഞാൻ പറഞ്ഞു കേൾക്കണം. അപ്പൊ നമുക്ക് പോവാം ഗൈസ്, ലെറ്റ്സ് ഗോ. ഹേ ഗൈസ്, അപ്പൊ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് ഏതാണ്ട് 160 കിലോമീറ്റർ അടുപ്പിച്ച് ഡ്രൈവ് ഉണ്ട് ഇവിടുന്ന്, ഏതാണ്ട് ഒരു 4 മണിക്കൂർ. അപ്പൊ നമ്മൾ പോണ വഴി എന്ന് പറയുന്നത് പത്തനംതിട്ട, കോന്നി, റാന്നി, പെരിയാറ്, കുമളി, ആ റൂട്ടാട്ടോ നമ്മള് പോണത്. നമ്മള് ട്രിപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2000 രൂപ അടിച്ചപ്പോ റേഞ്ച് കാണിക്കുന്നത് 201 കിലോമീറ്റർ ആണ്. ഇതിന്റെ മൈലേജ് കറക്റ്റ് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സത്യത്തിൽ നമ്മൾ ഈ പെട്രോൾ വണ്ടിനെ മാറ്റിയിട്ട് ഇലക്ട്രിക് വണ്ടികളിലേക്ക് സ്വിച്ച് ചെയ്യേണ്ട സമയം, കാരണം പൊല്യൂഷൻ. അതെ. ഇപ്പൊ മഹേന്ദ്രയുടെ ഒരു EV ഇറങ്ങിയിട്ടുണ്ടല്ലേ, B6 എന്ന് പറഞ്ഞിട്ടൊരു മഹേന്ദ്രന്റെ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. സംഭവം കിടിലാന്ന് കേട്ടോ പറയുന്നത്. പൈസ ഉണ്ടോ എല്ലാവരും മേടിക്കട്ടെ, എന്റെ ഇല്ല. നമ്മള് രാവിലെ കാപ്പി കഴിച്ചായിരുന്നു. ഞാൻ 3 ദോശ തിന്നു. 3 ദോശ, മുട്ട, പിന്നെ എന്തിനമ്മ പാല് കുടിച്ച്, ഏത്തപ്പഴം തിന്ന് വയറ് ഫുള്ളാണ്. ഒരു യമഹ കടന്ന് ഇറങ്ങുന്നു. എന്റെ ബൈക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. ആർക്കെങ്കിലും ഈ യമഹയുടെ പഴയ എഞ്ചിൻ എവിടെയെങ്കിലും ഇരിപ്പുണ്ടെന്ന് പറയണം കേട്ടോ. എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. വേറൊരു പാട്ടുമുണ്ട്, വെറൈറ്റിയാ. ജോണി എസ് പപ്പ ഈറ്റിംഗ് ടു നോ പപ്പ. അച്ഛൻ പഠിച്ചപ്പോ ഇതുണ്ടായിരുന്നു ഈ പാട്ട്? ഇല്ല. ABCDFG ചേച്ചിക്ക് അമ്മലമ്മ. നിങ്ങളൊക്കെ അക്ഷരം പഠിപ്പിച്ച സ്ലേറ്റിലായിരിക്കും, അല്ലെങ്കിൽ എന്നെ ആദ്യം അക്ഷരം പഠിപ്പിച്ചത് മറ്റേ അരി ഇട്ടിട്ട് അതിനകത്ത് ഹരിശ്രീ ഗണപതായ ഓർമ്മയുണ്ട്. പിന്നെ അങ്ങേരൊന്നും പിടിച്ച് ഞെക്കിയില്ല, ഞാൻ തെറ്റിച്ചേന്. ഞാൻ പെടുത്ത് മണ്ട. ഞങ്ങളൊക്കെ അക്ഷരം പഠിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? മണലിലായിരുന്നു. സ്കൂളിൽ മണൽ കൊണ്ടിട്ട് അതിനകത്ത് എഴുതി. പിന്നെ അന്ന് ഇപ്പോഴാണ് നിങ്ങൾക്ക് അംഗൻവാടിയൊക്കെ ആയത്. അക്ഷരം പഠിപ്പിക്കുന്നതിനോ? അക്ഷരമൊക്കെ പഠിപ്പിക്കൂലേ നിങ്ങൾ? അംഗൻവാടി മാഷല്ലടാ, അതിന് ഗുരു അങ്ങനല്ല. അതിന് ഒരു വാക്ക് പറയും എന്ന് പറഞ്ഞാൽ ഈ എന്തിരി
എടാ ഇപ്പം അംഗൻവാടി ഉണ്ട്. ആ അംഗൻവാടി ഗുരുകുലം ഗുരുകുല വിദ്യാഭ്യാസം അങ്ങനെ പറ അതല്ലേ. അതെന്ന് പറഞ്ഞാൽ മണല് നിരത്തിയിട്ട് അതിനകത്താണ് നമ്മൾ അക്ഷരം എഴുതി പഠിക്കുന്നത്. അച്ഛൻ അത്ര വയസ്സുണ്ടോ അച്ഛാ? അതൊക്കെ പണ്ടല്ലേ മറ്റേ നൂറ്റാണ്ട്. ആ അതൊക്കെ ഉണ്ടായിരുന്നു. ഈസി. പിന്നെ ഞങ്ങളൊക്കെ കാലത്ത് കൊച്ചു എന്റെ പിന്നെ ശ്രീനാരായണ ഗുരുവാണോ? ശ്രീനാരായണ ഗുരു നമ്മളെ അപ്പൊ അച്ഛൻ ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. അത് ഞാൻ ഇപ്പോഴായിട്ട് അറിഞ്ഞത് ഗുരുകുല വിദ്യാഭ്യാസം. അതുകൊണ്ടായിരുന്നു നമ്മൾ കൊണ്ടാക്കിയിട്ടുണ്ട് നമ്മള്. ഓ അത്രയ്ക്ക് അറിയോ ഗുരുകുല വിദ്യാഭ്യാസം? ഇപ്പൊ അറിഞ്ഞില്ലേ? അമ്മയ്ക്കോ? അമ്മക്ക് പിന്നെ മണലും ഇല്ല ഒന്നും ഇല്ലായിരുന്നല്ലേ? നമുക്ക് പാട്ട സ്ലേറ്റും അതിനകത്ത് കുറെ മുത്തൊക്കെ അത് എണ്ണിക്കൊണ്ട് ചുമ്മാ അബാക്കസ്. അതൊക്കെ അടേ അത് സ്ലേറ്റിനകത്തുണ്ട് അബാക്കസ്. അമ്മയൊക്കെ ഭയങ്കര തോൽവിയാട്ടോ. എന്റെ ബുദ്ധിയാലും നിനക്കും കിട്ടൂ. എന്തായാലും അമ്മയുടെ അച്ഛന്റെ ബുദ്ധി കിട്ടും. നീയും തോൽവിയാ. ചോദിച്ചു മേടിച്ചു. ഞാൻ എന്തിനാ പറഞ്ഞിരുന്ന സ്ലേറ്റ് അല്ലേ? ആ പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് മറ്റേ സ്ലേറ്റിനകത്ത് മറ്റേ ഈ ചെമ്പരത്തിന്റെ ഇല അതുപോലെ ഈ മഷിത്തണ്ടിന്റെ ഇല ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ മാച്ച് അതൊക്കെ ചെയ്തിട്ടുണ്ടോ? സൂപ്പർ. പിള്ളേർക്കൊക്കെ ഒരുപാട് സ്ക്രീൻ ടൈം ഒന്നും കൊടുക്കരുത്. കാരണം കുട്ടിക്കാലത്ത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. നമുക്കൊക്കെ എനിക്കൊക്കെ ആണെങ്കിൽ ഇപ്പൊ കുട്ടിക്കാലത്ത് കുറെ ഓർമ്മകളുണ്ട്. കാരണം നമുക്കന്ന് ഫോണില്ലായിരുന്നു. അന്ന് ചിലപ്പോൾ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ ഫോണിൽ തോണ്ടിയിരുന്നേനായിരുന്നു. പക്ഷെ കുട്ടിക്കാലം എന്ന് ആലോചിക്കുമ്പോഴത്തെ സമയത്ത് നമുക്ക് ഒത്തിരി ഓർമ്മകളുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അത്ര ഓർമ്മകൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം കൂടുതലും സ്ക്രീൻ ടൈം ആണ്. പിന്നെ മെയിൻ വണ്ടി ഉണ്ടാക്കോ ഇല്ലേ? വണ്ടി ചെരുപ്പ് വെട്ടി വണ്ടി ഉണ്ടാക്കുക. വാട്ട് എ ഗുഡ് മെമ്മറീസ്. ഇപ്പൊ ഒന്നുമില്ല. കഞ്ഞിയും കറി വെക്കുക. ആ കഞ്ഞിയും കറി അച്ഛനും അമ്മയും കളിക്കുക. കുട്ടിക്കാലത്തേക്കൊന്ന് പോണം. മഴ പെയ്ത സെറ്റ് ആയിരുന്നു. മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. മിക്കവാറും മഴ പെയ്യുവാണെങ്കിൽ നമുക്ക് ഗവിയിൽ പോകുമ്പോഴത്തേനും അടിപൊളി ക്ലൈമറ്റ് കിട്ടും. അച്ഛന് മൂത്രം ഒഴിക്കണം കേട്ടോ. ഇങ്ങോട്ട് എടുത്തേ. ആ പൊന്തക്കാട്ടിലോട്ട് അച്ഛൻ ഒഴിയാച്ചാ പോയി. ഇവിടെ നിർത്തിയാ മതി. കേട്ടോ പോട്ട് പോ ഇറങ്ങ്. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ റാന്നിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ എന്തൊക്കെയാണ് മമ്മി പറഞ്ഞത്? മമ്മിജി 4 ബിരിയാണി, ക്വാർട്ടർ മന്തി. എന്തൊരു കുറ്റഭാവം. ഇവിടുത്തെ ആംബിയൻസ് നോക്കും സുഹൃത്തുക്കളെ. ഇവിടെ കണ്ടോ 2 ബൾബ്, ചരിയും കവന്തി പെയിന്റ് അടിച്ച്. കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ തൊട്ടിയിലൊക്കെ ഉണ്ട്. അച്ഛന് ചെറിയ കോൾഡ് കേട്ടോ. സൗണ്ടൊക്കെ ഇച്ചിരി മാറിയിരിക്കണം അച്ഛൻ്റെ. മന്തി കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു, റൈസ് കണ്ടിട്ട്. പക്ഷെ ഇവരെ ബിരിയാണി എനിക്ക് അത്രയ്ക്കും കൊണ്ട് ചൂട് തുറക്കം നോക്കിയാ. ചിക്കൻ ഭയങ്കര പുളിയാണെന്ന് തോന്നുന്നു. നാരങ്ങ കൂടിയോ? ഈ ചിക്കൻ കുറച്ച് കരിഞ്ഞു പോയ കേട്ടോ. വലിയ രസമല്ല കേട്ടോ. കഴിച്ചു തരാം ബൈ. കുമളി നമ്മള് കുമളിയൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. ഇത്ര നേരം റേഞ്ച് ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കുറേ നേരം എടുത്തു. ഇപ്പൊ നമ്മളൊരു എവിടെ ഇത് റബ്ബറും കാടാണല്ലോ മൊത്തം. അപ്പുറത്തും ഇപ്പുറത്തും റബ്ബറും കാടാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ റബ്ബർ മാറ്റിയിട്ട് കുറച്ച് അണ്ടികൃഷി, മറ്റേ ഇത് പറങ്ങാണ്ടി കാഷ്യൂനട്ട് കൃഷി ഇടയ്ക്ക് നടത്തേണ്ടത് ഭയങ്കര ഒരു അത്യാവശ്യമാണ്. അണ്ടി ആപ്പീസ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വില കുറച്ചിട്ട് ഒരുപാട് കാഷ്യൂനട്ട്സ് നമുക്ക് കിട്ടും. അപ്പൊ ഈ റബ്ബർ കുറച്ച് മാറ്റിയിട്ട് ഇടയ്ക്ക് കുറച്ച് ഇടവേള കൃഷിയായിട്ടെങ്കിലും ഇല്ലേച്ചാ ആ ഒരു പറങ്ങേണ്ടി നടണമെന്നാണ് എന്റെ ആഗ്രഹം. എനിക്കിപ്പോ ഒരു വസ്തു ഉണ്ടെങ്കിൽ ഞാൻ ഫുള്ള് അവിടെ പറങ്ങേണ്ടി നട്ടിട്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കശുവണ്ടി വിതരണം നടത്തും. എന്നിട്ട് ഇതിൽ ബോക്സിലാക്കിയിട്ട് എന്റെ ഒരു പടം, ബോച്ചേന്റെ ലോഗോ ഇട്ടിട്ടില്ലേ പുള്ളിയുടെ ഫേസ്, അതുപോലെ എന്റെ ഫേസ് വെച്ചിട്ട് ഒരു പറങ്ങാണ്ടിയുടെ ഫോട്ടോ അപ്പുറ സൈഡിലും അപ്പുറത്ത് എന്റെ ഒരു ഫോട്ടോ, ബോച്ചയൊക്കെ സെറ്റ് ചെയ്യില്ല അതുപോലെ ഞാൻ സെറ്റ് ചെയ്തിട്ട് ഞാൻ സെല്ല് ചെയ്യും. കാരണം ഇത് എന്റെ ഫോട്ടോ വെച്ചാലേ നടക്കും, കച്ചവടം നടക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ഏതാണ്ട് ഒരു 59 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ നമ്മുടെ ലൊക്കേഷനിലോട്ട്. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരു എത്ര മണിയാകുമ്പോ എത്തു വെച്ചാ 3 മണിയൊക്കെ അടുപ്പിച്ചാകുമ്പോഴത്തേന് എത്തുമെന്ന് തോന്നുന്നല്ലേ? ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഞങ്ങള് ലൊക്കേഷനിൽ എത്തും കേട്ടോ. സാറ്റ് കളിക്കാം. ശരി, സാറ്റ് കളിച്ചായിരുന്നല്ലേ നമ്മള്? സാറ്റ് കളിക്കാം സൂപ്പർ ആയിരിക്കും.
ഓരോ ചായ പറഞ്ഞു കേട്ടോ. ഇവിടെ ഒരു തൂക്കണാങ്കുരുവിടെ കൂടൊക്കെ ഉണ്ട് കേട്ടോ. ഈ കുരുവി ഇവര് തരുമോ ഇടാൻ? ഇല്ലേ, കുരുവി നമ്മൾ മേടിക്കണം. അപ്പൊ ഇത് വീട്ടിലിട്ടാ മതിയോ? കുരുവി താനെ ഒന്ന് കൂടാവൂല്ലേ? ഒരെണ്ണം മേടിക്കാം, വീട്ടിൽ കൊണ്ടിട്ട് നോക്കാമല്ലോ കുരുവി വരുന്നോ ഇല്ലെന്ന്. ഒന്ന് മേടിക്കാം കേട്ടോ. ഇത് എത്രയാ ചെയ്ത്? 150. ചെറിയ കുരുവി വന്നാൽ മതി കേട്ടോ. ഇത് 100 രൂപയുടെ കുരുവി. 100 രൂപയുടെ കുരുവി വന്നാൽ മതി. ആ ആ ആ അതും കയറും. ഓ പിന്നെ 2-3 റൗണ്ട് അതിനകത്ത് വന്ന് പിന്നെ അവര് ഒരു പ്രാവശ്യം മുട്ടയിട്ട് വിരിഞ്ഞ് പിന്നെ വരും. നമ്മളിവിടെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അത്യാവശ്യം ഈ കടേന്റെ ബാക്ക് സൈഡ് നല്ല വ്യൂ ആ. ഞാൻ ഇതുവഴി വന്നപ്പോഴത്തേന് ഈ വ്യൂ കണ്ട, അതാ ഇവിടെ നിർത്താന്ന് വെച്ചാൽ. ഇവിടുത്തെ വ്യൂ ഒന്ന് നോക്കിയേ, കിടിലം വ്യൂ ഇല്ലേ ചാ? അടിപൊളി വ്യൂ കേട്ടോ. ആ ഇതുവഴി ഇറങ്ങാൻ പറ്റും. എനിക്കൊന്ന് ഇവരെ വീടാന്ന് തോന്നുന്നു താഴെ. അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട്. ആന്തരേച്ചാ പക്കാവിടെയോ? എനിക്ക് കൊണ്ടുവച്ചങ്ങ് ഒറ്റയ്ക്ക് അങ്ങ് കയറ്റുമല്ലേ? ആ ഇതുവഴി ചായ കൊണ്ട് തരുമല്ലേ? അപ്പൊ നമുക്ക് ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് ചായ കുടിക്കാനായിട്ട് പറ്റും ഗൈസ്. ഓക്കെ, സെറ്റ് അല്ലേ? നോക്ക് ഏതാ ഫീലെന്ന് നോക്ക് ഗൈസ്, അടിപൊളി കൊള്ളല്ലേ ഗൈസ്. നമ്മളൊരു തൂക്കണാങ്കുരുവിന്റെ ഒരു കൂടൂടെ മേടിച്ചു കേട്ടോ. ചെറിയ മണിത്തത്തേക്ക് വന്നിരിക്കും. അവര് പെറ്റി ഒരു വലിയൊരു ഫാമിലി ആവട്ടെ, നമ്മൾ കാരണം ഒരു കുടുംബം ആവട്ടെ അല്ലേ? നന്മ ഒരുപാട് കഷ്ടപ്പാട്. അത് വന്നിട്ട് മഴ വരുമ്പോ കഷ്ടപ്പെട്ട് എവിടുന്നെങ്കിലും ഈ കമ്പും കൊളിയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കൂടെ ഉണ്ടാക്കിയിട്ട് മഴ വരുമ്പോഴത്തേന് അത് പൊളിഞ്ഞു പോകും. ഈ കൂടെ ആവുമ്പോഴത്തേന് സെറ്റാ. ഇത് അങ്ങനെ പെട്ടെന്നൊന്നും പോകത്തില്ലല്ലേ? വളച്ചാലൊന്നും ഇത് ഒടിയത്തൊന്നുമില്ല കേസ്. ചകിരി ഇതിനകത്ത് റബ്ബറൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഹേ ഗായ്സ്, അപ്പൊ നമ്മളൊരു ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും പൊക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം, അതായത് നേരത്തെ വന്ന ടൈമിൽ ഈ ഭാഗത്തൊക്കെ നല്ല കോടയായിരുന്നു. പക്ഷെ ഇന്ന് മഴയൊന്നും കാര്യമായിട്ട് പെയ്തില്ല, അതുകൊണ്ട് കോടയും ഇല്ല. കോടയില്ലെങ്കിൽ ചെറിയൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടല്ലേ? ആ ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്, എസിയുടെ ആണ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ബാക്കിയുള്ള വ്ളോഗറിന്റെ ഈ ട്രാവൽ വ്ളോഗുമായിട്ട് എന്റെ വ്ളോഗ് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ട്രാവൽ ഇത് പറയാറില്ല. ഞാൻ ഇത് എങ്ങനെയാണോ അതുപോലെ അങ്ങോട്ട് പോവുക. ഞാൻ ഏത് പാതയിലാണോ ആ പാതയിൽ എന്റെ വീഡിയോയും ആ രീതിയിൽ അല്ലേ? ഞങ്ങളുടേതായ രീതിക്കൊക്കെ പോവുക, അത്രേ ഉള്ളൂ. വന്യജീവി സങ്കേതം. വേറെ സൗണ്ട് കഴുതയുടെ. മഞ്ഞ് 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 കോട ഇറങ്ങി കേട്ടോ. സെറ്റ് അടിപൊളി. ചെറിയ മഴയുണ്ട് കേട്ടോ, നല്ല രസം. നമ്മള് കുട്ടിക്കാനം എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് റൈറ്റ് ആണ് കുമിളി. നമ്മള് നല്ലൊരു ലൊക്കേഷൻ കണ്ടപ്പോ അങ്ങ് ഇറങ്ങിയതാ കേട്ടോ. നോക്കി ഇവിടുത്തെ വ്യൂ നോക്കി, അടിപൊളിയല്ലേ? ഓ സെറ്റ്, നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ആ ഭാഗത്തൊക്കെ ആയിട്ട് ചെറുതായിട്ട് കോട വന്ന് ഇറങ്ങുന്നുണ്ട്. ഒരു ലൈറ്റ് കോടയല്ലേ, ഒരു പുക പോലത്തെ ഒരു കോട. പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്, നല്ല രസം. പക്ഷെ ഇവിടെയൊക്കെ ആൾക്കാർ വേസ്റ്റ് ഒക്കെ കൊണ്ടിട്ടേക്കുന്ന കേട്ടോ. അവിടെയൊക്കെ നിന്റെ കുറെ ചേച്ചിമാർ തോണ്ട കുളന്തൊക്കെ നുള്ളുന്നുണ്ട്. നല്ല തണുപ്പ്, തണുത്ത കാറ്റ് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. എങ്ങനെയുണ്ട് വ്യൂ? എങ്ങനെയുണ്ട്? പേടിച്ചു പോയാ? അതുവഴി ഇറങ്ങി പോകാൻ പറ്റും. ആ വഴി കൂടെ വഴിയുണ്ടല്ലേ? അത് റബ്ബറല്ലേ? റബ്ബറല്ലേ? ആ ഇതുവഴി ബസ്സൊക്കെ പോകും കേട്ടോ. മുബാറക് ബസ് ഇതുവഴിയാണ് പോകുന്നത്. നമുക്കിനി തിരക്ക് ഇവിടുന്ന് ഏതാണ്ട് ഇനി ഒരു 25 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ നമ്മുടെ ലൊക്കേഷനിലോട്ട്. ഒരു 3/4 മണിക്കൂർ കൊണ്ട് എത്തുമല്ലേ? ഫുൾ ഡ്രൈവർ ഇദ്ദേഹമായിരുന്നു, അളിയനാട്ടോ ഇന്നത്തെ സ്ക്രൂ ഡ്രൈവർ. പറഞ്ഞായിരുന്നോ? നല്ലൊരു മൊമെന്റ് പോയി. തംബ്നെയിലും പോയി, ക്ലിക്ക് ബൈറ്റും പോയി, എല്ലാം പോയി. പോയിരുന്നാ? വീടാൻ പോയതാ? ചെറിയ വീഡിയോട്ടോ. ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാ പ്ലീസ്. ഒന്നും പറ്റത്തൊന്നുമില്ല. ഇവിടെ ഫുള്ള് പോച്ചല്ലോ, ഉരുണ്ടൊക്കെ പോകുള്ളൂ. തോണ്ട കുറെ പശുക്കളൊക്കെ വരുന്നു കേട്ടോ. പശുമ്പ അതിന് അകിടുണ്ടോ? നമുക്ക് പിടിച്ച് കറന്നാലാ.
3 പശുക്കളുണ്ട് കേട്ടോ. അമ്മൻകുട്ടി അയ്യോ ദേ വരുന്ന പശു ദേ അമ്മയുടെ അടുത്ത് വന്ന്. മോളോ പാവം പശു കേട്ടോ. എന്റെ അകിടി ഇങ്ങോട്ട് താടി. ഇത് മറ്റേനെക്കാട്ടി കുറച്ചുകൂടി വൃത്തിയുണ്ട്. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ റിസോർട്ടിൽ എത്തി കേട്ടോ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കുറച്ച് ലാഗായി പോയി, കാരണം വഴി ഞങ്ങൾ കുറച്ച് തെറ്റി. സാധനങ്ങളൊക്കെ എടുക്കും കേട്ടോ. റിസോർട്ട് കൊള്ളാട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുത്തെ ആംബിയൻസ് ആയാലും ഫുള്ളൊരു കാം ആൻഡ് ക്വയറ്റ്. അതുമല്ല ആ സൈഡിലൊക്കെ കുറേ മുളയൊക്കെ നിൽപ്പുണ്ട്. അതിൻ്റെ കീഴിലാട്ടോ നമ്മുടെ വണ്ടി കിടക്കുന്നത്. അമ്മ ഇത് നിങ്ങളുടെ റൂം അതേണ്ടേ, അരയന്നൊക്കെ ഉണ്ട്. അരയന്നം മമ്മി ആൻഡ് ഡാഡീസ്. നല്ല റൂം കേട്ടോ, കൊള്ളാം. നമുക്കൊരു റൂം ടൂർ നടത്താനി. കർട്ടനൊക്കെ അങ്ങോട്ട് വിരിക്കൂ. ആരുമില്ലേ? ബെഡൊക്കെ കൊള്ളാം. ഒന്ന് പിടിച്ചാളിയാ, ഞങ്ങൾ ടെസ്റ്റ് ചെയ്യട്ടെ. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പൂത്തിരിയാണെങ്കിൽ വെള്ളം വീഴും. ഇല്ല, വെള്ളം വീഴുന്നില്ല. അല്ലല്ല അവിടെ കുത്ത്. സെന്റർ വലിയ. ഇനി ഓണാക്ക്. അതാ അങ്ങ് ഇരിക്കട്ടെ, അതൊക്കെ വർക്കിംഗ്. ഒരു കബോർഡൊക്കെ ഉണ്ട്. സാധനമൊക്കെ കേട്ടോ. ഇത് വേറൊരു റൂം കേട്ടോ. ഇത് അപ്പുറത്തെ റൂമിൽ പോകാൻ പറ്റുമോ? ഇതിന്റെ കീ എന്ന് വെച്ചേ. ഇതിന്റെ അപ്പുറം നമ്മുടെ റൂമല്ലേ, അപ്പൊ ഇതുവഴി നമുക്ക് പോവാലോ. ഇതിനകത്തൊരു ചെറിയ ഫ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ, ഒരു മിനി ഫ്രിഡ്ജൊക്കെ ഉണ്ട്. കൊള്ളാം. ഐസ്ക്രീം ഉണ്ടോ? കട്ട ഐസ് ഉണ്ട് കേട്ടോ, ഐസ് ഉണ്ട്. നമ്മള് കറക്റ്റ് മാറ്റിയ വലിയ വ്യൂ ഒന്നും ഇല്ല. ചേച്ചി തുണി എഴുന്നേ കാണാൻ പറ്റത്തുള്ളൂ, അത്രയൊക്കെ ഉള്ളു കേട്ടോ. സെറ്റല്ലേ? ഓക്കെ ഗൈസ്, ഇനി നമുക്ക് നമ്മുടെ റൂമിലോട്ട് പോവാട്ടോ. ഇതെന്തോ ഒറ്റ അരയന്നെ ഉള്ള ഇവിടെ, ഒരരയന്നെ മാത്രം ഇരിക്കുന്നു. ഇത് പീലി വിടർത്തിരിക്കുവോ? അടുത്ത ഇത് സിംഗിൾസിന്റെ റൂമാണേ. ഇവിടെ ഒരരയന്നെ മാത്രമേ ഉള്ളൂ. ഇതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു നടുക്കൊരു ഡോറുണ്ട്. ഈ ഡോറ് തുറന്നു കഴിഞ്ഞാല് നമുക്ക് ഇത് ഒരു റൂമായിട്ട് ഉപയോഗിക്കാം. ഇത് വാൽക്കണ്ണാടി ഉണ്ട് കേട്ടോ. കക്കൂസ് ഇരുന്നിട്ട് ആരെങ്കിലും അർജന്റായിട്ട് വിളിക്കാനുണ്ടെങ്കിൽ, വെള്ളമൊക്കെ തീരുവാണെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ മോട്ടർ ഇറങ്ങുന്ന. ഭയങ്കര തണുപ്പാ, ഞാൻ മൊണ്ടി ഇടിപ്പിക്കും എല്ലാരും. പിന്നെ ഞാനില്ല. അവിടെ കുഴിയുണ്ട് കേട്ടോ, നീന്താ അറിയത്തില്ലല്ലേ. ഇരുന്ന് നിരങ്ങിയാ മതി, ഇതി പിടിച്ച് നിരങ്ങി. ഓഹോ, ആ ഭദ്രയുടെ ബലൂൺ മേടിച്ച് കെട്ടിക്കോ. നീന്ത് അച്ഛാ, പിടിയച്ചാ. ഇതെന്ത് ഇങ്ങനെ പോണ? കണ്ടാ, നീന്താൻ പഠിച്ചൂടെ? ഈ വെള്ളത്തിലാണ് എല്ലാരും മുള്ളിയതാ, കംപ്ലീറ്റ് ആൾക്കാർ മുള്ളിയതാ. അമ്മയെ നീന്തൽ പഠിപ്പിക്കും. എന്തരാ ഇത്? തലേ കുരുമാരിയിരിക്കുന്നു എന്നയില്ലല്ലേ. ഹേ ഗൈസ്, അപ്പം നമ്മൾ പൂളിലൊക്കെ പോയി ചാടിയിട്ട് നല്ല വിശന്ന് വലഞ്ഞു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതെ, അച്ഛനൊക്കെ കിടന്ന് മറിഞ്ഞ്. അമ്മയും കുറെ വെള്ളം കുടിച്ച്. ഞാൻ ആദ്യം ഇറങ്ങാതിരുന്നതാ, പിന്നെ നിങ്ങൾ കിടന്ന് തിമിർക്കുന്ന കണ്ടപ്പോ എനിക്കൂടെ ഒരു ഇത്. നമ്മള് എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ. ഫുഡ് നല്ല വിശപ്പ്. ഉച്ചയ്ക്ക് കഴിച്ച ഫുഡ് നല്ല തേഞ്ഞതായിരുന്നു, നല്ലോണം കഴിക്കാനൊന്നും പറ്റിയില്ല. ഈ ചട്ടിക്കകത്ത് എന്ത് മുളകൊക്കെ കൊണ്ടല്ല പഴിഞ്ഞാ. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം കേട്ടോ, പൊറോട്ട. കിഴിപ്പൊറോട്ടയാണോ? അതിനകത്ത് എന്തരാ? മുട്ടയും ചിക്കൻ പുറത്തേക്ക് കേട്ടോ. ഞാൻ ഒരു ചിക്കൻ നൂഡിൽസ് പറഞ്ഞു കേട്ടോ. തോനെയായോ? റൈസ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എനിക്ക് ചിക്കൻ നൂഡിൽസ് തോന്നി ഇഷ്ടപ്പെട്ടോ. നല്ല ഗ്രേവിക്കകത്ത് കുതിർന്ന് കിടക്കുന്നു. പീസ് എടുത്ത് എൻ്റെ മണ്ടയിലോട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ അവിടെ എടുക്കണം. എന്നിട്ട് അടിപൊളി. ഇത് വിഷയം ടേസ്റ്റ്. മുട്ടയും എടുത്തു. നല്ല ഫുഡ്. ഹേ ഗായ്സ്, അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിലെത്തി. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ഫുഡായിരുന്നു ഗൈസ്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. ഒത്തിരി മേടിച്ച് വേസ്റ്റ് ചെയ്യുന്നില്ല, കറക്റ്റ് ഫുഡായിരുന്നു.
ഫുഡ് ഇഷ്ടപ്പെട്ടോ ഭദ്രേ? അടിപൊളി സെറ്റ്. അമ്മ അടിപൊളിയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം പൊറോട്ട. പൊറോട്ട അടിപൊളി. ആ ഒരു സ്പെഷ്യൽ സാധനം സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ guys, നല്ല ടയേർഡാണ്. ട്രാവൽ ചെയ്ത് വന്ന് പിന്നെ പൂളിലൊക്കെ പോയി കുളിച്ച് മറിഞ്ഞ് ഇനി എനിക്ക് എഡിറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നാളത്തെ വീഡിയോ ഒന്നും അപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ അതൊക്കെ ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. നാളെ 5:30 കേട്ടോ ഷാർപ്പ് കേട്ടോ. 5:30 ആകുമ്പോഴത്തേനും ജീപ്പ് വരും. നാളെ ഫുള്ള് ഗവി എല്ലാം കറങ്ങി ട്രക്കിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ തിരിച്ച് ഇവിടെ വരും. അതാണ് പ്ലാൻ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഡേ? അപ്പൊ ഇന്നത്തെ ദിവസം നല്ല ദിവസമായിരുന്നു. അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. പക്ഷെ ഭയങ്കര തണുപ്പൊന്നും ഇല്ല ഇവിടെ അല്ലേ? നാളെ ഗവി വിശേഷങ്ങളാണ് സുഹൃത്തുക്കളെ. എന്തായാലും ഒരു കിടിലം വീഡിയോ തന്നെ ആയിരിക്കും നാളെ. അപ്പൊ അത്ര ഉള്ളു ഗൈസ് ഈ ഒരു വീഡിയോ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി വെറൈറ്റി വീഡിയോ ആയിട്ടാണെന്ന് പറയും. ബൈ.